ഗാന്ധാര കല പ്രചാരം നേടിയത് ആരുടെ കാലത്താണ്? കനിഷ്കൻ, വിക്രമാദിത്യൻ, അക്ബർ, ബാബർ. കനിഷ്കന്റെ കാലത്ത് ആയിരുന്നു. ശബ്ദം വലുതാക്കി കേൾപ്പിക്കുന്ന ഉപകരണം. ആംപ്ലിഫയർ, എക്കോ സൗണ്ടർ, സൂപ്പർസോണിക് ഇവയെല്ലാം. ശബ്ദം വലുതാക്കി കേൾപ്പിക്കുന്ന ഉപകരണം ആംപ്ലിഫയർ ആണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് പഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏത്? ആലപ്പുഴ, വയനാട്, ഇടുക്കി, പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കുറച്ച് പഞ്ചായത്തുകൾ ഉള്ള ജില്ലയാണ് വയനാട് ജില്ല. കപിലവസ്തു ആരുടെ ജന്മസ്ഥലമാണ്? ശ്രീബുദ്ധൻ, ശ്രീരാമൻ, കാളിദാസൻ, അഭിമന്യു. കപിലവസ്തു ആരുടെ ജന്മസ്ഥലമാണ്? ശ്രീബുദ്ധന്റെ ജന്മസ്ഥലം ആണ്. മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി എം.ടി. വാസുദേവൻ നായർ രചിച്ച നോവൽ. രണ്ടാമൂഴം, അസുരവിത്ത്, മുറപ്പെണ്ണ്, സീത. രണ്ടാമൂഴം എന്ന നോവൽ ആയിരുന്നു. മോഹിനിയാട്ടത്തെ പുനരുദ്ധീകരിച്ച രാജാവ്. സ്വാതി തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, മാർത്താണ്ഡവർമ്മ. മോഹിനിയാട്ടത്തെ പുനരുദ്ധീകരിച്ച രാജാവായിരുന്നു സ്വാതി തിരുനാൾ. അക്ഷരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. കൊല്ലം, കോട്ടയം, കണ്ണൂര്, മലപ്പുറം. അക്ഷരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കോട്ടയം ആണ്. ഒക്ടോബർ 15 എന്ത് ദിനമായാണ് ആചരിക്കുന്നത്? ലോക തെരുവ് ബാലദിനം, ലോക നിരാലംബ ദിനം, ലോക തെരുവ് ബാലദിനം, ലോക വെള്ളച്ചൂരൽ ദിനം. ലോകപ്രസിദ്ധമായ ഒരു ചിത്രം ഏത്? മൊണാലിസ, രാമായണം, കാബൂളിവാല, യുദ്ധവും സമാധാനവും. ലോകപ്രസിദ്ധമായ ഒരു ചിത്രം ഏത്? മൊണാലിസ. സ്ത്രീയോനിയുമായി 99.9% സാമ്യമുള്ളതായി കണക്കാക്കിയ മറ്റൊരു ഭാഗം. മേൽചുണ്ട്, കീഴ്ചുണ്ട്, നിതംബം, സ്തനം. കീഴ്ചുണ്ടാണ് ശരിയായ ഉത്തരം.